ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒറ്റശിഖരം റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തുളസി ഫോണിലൂടെ ചന്ദ്രമോഹനോട് പറയുന്നു, വെറുതെ വീട്ടിൽ വന്ന് ലോഹ്യം ചോദിച്ച് തിരിച്ചു പോകാനാണെങ്കിൽ മെനക്കെടണമെന്നില്ല, എനിക്ക് വേറെ പണിയുണ്ട്. ചന്ദ്രമോഹൻ പറയുന്നു, ചേട്ടൻ പറഞ്ഞതുപോലെയാണെങ്കിൽ നമ്മൾ തമ്മിൽ സംബന്ധമൊന്നും ഇല്ലല്ലോ എന്ന് എനിക്കും പറയാം. പക്ഷെ അങ്ങനെ വാക്കുകൾ കൊണ്ട് കളിച്ചിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ട്, അത് കൃത്യസമയത്ത് പൂർത്തിയായില്ല. അതിന്റെ കാരണവും ഞാൻ പറഞ്ഞല്ലോ. പക്ഷെ ഞങ്ങൾ കരാറിൽ നിന്ന് പിന്മാറിയിട്ടില്ല, പിന്മാറാൻ ഉദ്ദേശമില്ല. തുളസി ചോദിക്കുന്നു, എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ചന്ദ്രമോഹൻ പറയുകയാണ്, മീനാക്ഷിയുടെ കുഞ്ഞിന്റെ കാര്യം തന്നെ, അതിനൊരു തീരുമാനം ഉണ്ടാകണ്ടേ? നമുക്ക് നേരിൽ കണ്ട് വിശദമായിട്ട് സംസാരിക്കാം. അതിനാ വഴി ചോദിച്ചത്. തുളസി പറയുന്നു, ഇവിടെ വരാനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. ആദ്യം പെരുമ്പാവൂർ എത്തണം. ടൗണിൽ നിന്ന് 1.5 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. ആദ്യം മൂവാറ്റുപുഴ റോഡിലേക്ക് തിരിയണം. ഏറെക്കുറെ നാട്ടുംപുറമാണ്. അവിടെ ഒരു ചായക്കടയുണ്ട്. തുളസീധരൻ നായരുടെ വീട് ചോദിച്ചാൽ അവിടെയുള്ള ആരും പറഞ്ഞു തരും. ചന്ദ്രമോഹൻ പറയുന്നു, ശരി, വരുന്ന ദിവസവും സമയവും ഞാൻ അറിയിക്കാം. അങ്ങനെ ചന്ദ്രമോഹൻ ഫോൺ കട്ട് ചെയ്യുമ്പോൾ സന്തോഷത്തോടു കൂടി തുളസി പറയുകയാണ്, ഇന്ന് നല്ല ദിവസമാടി. മീനാക്ഷിയുടെ കുഞ്ഞിനെ കൊണ്ടുപോകാൻ ചന്ദ്രമോഹനും കൂട്ടരും അടുത്ത ദിവസം തന്നെ വരുന്നെന്ന്. ഇത് കേട്ട് പ്രസന്ന വിഷമത്തോടു കൂടി നിൽക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് തുളസി പറയുകയാണ്, അങ്ങനെ ആ മാരണം ഉടനെ ഒഴിവായി കിട്ടും. അവിടേക്ക് വന്ന മീനാക്ഷി ടെൻഷനോട് കൂടി നിൽക്കുമ്പോൾ പ്രസന്ന മീനാക്ഷിയെ നോക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ചായക്കടയിലേക്ക് വന്ന സുഗുണൻ പറയുന്നു, പ്രാഞ്ചിയേട്ടാ, ചായ വേണ്ട, ഒരു കട്ടൻ ചായ മതി. പ്രാഞ്ചി ചോദിക്കുന്നു, അതെന്താടാ? ചായ കുടിച്ചാൽ പിരിയുന്ന എന്തെങ്കിലും വക നീ കുടിച്ചോ? സുഗുണൻ പറയുന്നു, 2 ദിവസം കള്ളു കുടിക്കാനുള്ള വക ആശാൻ എനിക്ക് തന്നു. ഗോവിന്ദൻ പറയുന്നു, 2 തെങ്ങും പൂക്കല വേണമായിരുന്നു പ്രാഞ്ചി, ഒരു ലേഹ്യം ഉണ്ടാക്കാനാ, അത് ഇവനാ സംഘടിപ്പിച്ചു തന്നത്. അത് ആരുടെ തെങ്ങിനാ നീ രാത്രി പോയി കേറിയതെന്ന് പ്രാഞ്ചി ചോദിക്കുമ്പോൾ സുഗുണൻ പറയുന്നു, ഉടമസ്ഥനോട് ചോദിച്ച് കാശ് കൊടുത്തിട്ടാ ഞാൻ കയറി വെട്ടിയത്. പ്രാഞ്ചി പറയുന്നു, പിന്നെ നീ അല്ലായിരിക്കണം. അവിടേക്ക് വന്ന തുളസിയോട് പ്രാഞ്ചി ചോദിക്കുന്നു, തുളസി ചേട്ടാ, ചായ എടുക്കണോ അതോ തിരക്കാണോ? തുളസി പറയുന്നു, തിരക്കാ, എന്നാലും ചായ കുടിച്ചിട്ട് പോകാം. ഗോവിന്ദൻ ചോദിക്കുന്നു, സ്ഥലക്കച്ചവടമൊക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ടോ തുളസീധരൻ നായരെ? തുളസി പറയുന്നു, ഓ പമ്മല, വില കൂടുമെന്ന് പറഞ്ഞ എല്ലാവരും സ്ഥലം വിൽക്കാതെ ഇട്ടിരിക്കുക. വല്ലപ്പോഴും 1-2 കച്ചവടം നടന്നാലായി. ഇത് കേട്ട് പ്രാഞ്ചി ചോദിക്കുന്നു, എന്നാലും എന്താ കുഴപ്പം? കിട്ടുമ്പോൾ ചാകരയല്ല കിട്ടുന്നത്. സുഗുണം പറയുന്നു, തുളസീധരൻ തേട്ടാ, ഒരു സംശയം ചോദിച്ചോട്ടെ? ഗർഭപാത്രം വാടകയ്ക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ സംഗതി? തുളസി ദേഷ്യത്തോടു കൂടി സുഗുണനെ നോക്കുമ്പോൾ പ്രാഞ്ചി ചോദിക്കുന്നു, എന്താടാ, നിനക്ക് കൊടുക്കാനുണ്ടോ? സുഗുണം പറയുന്നു, ഞാൻ അറിയാൻ വേണ്ടി ചോദിച്ചതാണ് പ്രാഞ്ചിയേട്ടാ. നമ്മള് വീട് വാടകയ്ക്ക് കൊടുക്കുന്നത് പോലെയാണോ ഇതിന്റെ ഒരു ഏർപ്പാട്? വാടക ചീട്ടൊക്കെ എഴുതി എഗ്രിമെന്റ് ഒപ്പിടുകയും ചെയ്യണോ? ഗോവിന്ദൻ ചോദിക്കുന്നു, തുളസീധരൻ നായരുടെ മകള് വല്ല കല്ലോ മരമോ മറ്റോ ആണോ സുഗുണ? ജീവനുള്ള ഒരാൾ തന്റെ ശരീരത്തിന്റെ ഒരു ഭാഗം മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കുകയാണ്. കുറച്ചു നാളത്തേക്ക് മാത്രമാണെന്നേ ഉള്ളൂ. അത് വെറും കച്ചവടം പോലെ കരുതാൻ പറ്റുമോ? സുഗുണം പറയുന്നു, ഞാൻ സംശയം തീർക്കാൻ വേണ്ടി ചോദിച്ചതാണ് ആശാനെ. ഗോവിന്ദൻ പറയുന്നു, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ചിലര് കരളും കിഡ്നിയും ഒക്കെ ദാനം ചെയ്യുന്നില്ലേ? അത് തിരിച്ചെടുക്കാൻ പറ്റുന്നതല്ല, അതുകൊണ്ടാ ദാനം എന്ന് പറയുന്നത്. ഗർഭപാത്രം മുറിച്ച് ആർക്കും ദാനം ചെയ്യാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാ വാടകയ്ക്ക് കൊടുക്കുന്നു എന്ന് പറയുന്നത്. പക്ഷേ ഒരു കാര്യത്തിൽ രണ്ടിനും സാമ്യമുണ്ട്. സ്നേഹമുള്ളവര് തമ്മിലാ ഈ കൊടുക്കൽ വാങ്ങലുകൾ നടക്കുന്നത്, അല്ലാതെ ചന്തയിൽ ലേലം വിളിച്ചു വിൽക്കുന്നവര് തമ്മിലുള്ള കച്ചവടമല്ലിത്. ശരിയല്ലേ തുളസീധരൻ നായരെ? തുളസി പറയുന്നു, ആണോന്നോ? മക്കളില്ലാത്ത ഒരു ഭാര്യയുടെയും ഭർത്താവിന്റെയും വിഷമം കണ്ടിട്ടാ എന്റെ മോൾ ഇതിന് സമ്മതിച്ചത്. എന്നാലും എനിക്ക് എതിർപ്പായിരുന്നു. എന്റെ മോളുടെ ഭാവി കൂടി എനിക്ക് നോക്കണ്ടേ? പക്ഷേ മീനാക്ഷി നിർബന്ധിച്ചതുകൊണ്ട് ഞാൻ അതിന് സമ്മതിച്ചെന്നേ ഉള്ളൂ. പ്രാഞ്ചി പറയുന്നു, അലിവുള്ള മനസ്സ് ആ പെങ്കൊച്ചിന്റേത്, അത് തന്നെ കാര്യം. തുളസി പറയുന്നു, എന്തായാലും ആ കരാർ അവസാനിച്ചു. കൊച്ചിനെ കൊണ്ടുപോകാനുള്ള ആൾക്കാര് താമസിക്കാതെ വരും. ഞാൻ പോയിട്ട് വരാം. പ്രാഞ്ചി പറയുന്നു, ചേട്ടാ ചായ വേണ്ട എന്ന് പറഞ്ഞ തുളസി അവിടെ നിന്ന് പോകുകയാണ്. പിന്നീട് കാണിക്കുന്നത് മഞ്ജുമ ബാംഗ്ലൂർക്ക് പോകാനായി ഡ്രസ്സുകളെല്ലാം എടുത്തു വെക്കുകയാണ്. മീനാക്ഷി ചോദിക്കുന്നു, എന്താ മഞ്ജു, നീ പോവാണോ? അതെന്താ പെട്ടെന്ന്? ഒരാഴ്ച കൂടി അവധി ഉണ്ടെന്നല്ലേ പറഞ്ഞത്? പോണം ചേച്ചിന്ന് മഞ്ജു പറയുമ്പോൾ മീനാക്ഷി പറയുകയാണ്, എന്താ കാര്യമെന്ന് പറയടി, നിന്റെ കോളേജിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മഞ്ജു പറയുന്നു, അവിടെ പ്രശ്നമൊന്നും ഇല്ല ചേച്ചി, എനിക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോയാ മതി. മീനാക്ഷി ചോദിക്കുന്നു, അതെന്താ മഞ്ജു, അച്ഛൻ എന്തെങ്കിലും പറഞ്ഞോ അതോ അമ്മയോട് വഴക്കിട്ടോ? മഞ്ജു പറയുന്നു, അതൊന്നുമല്ല, ചന്ദ്രമോഹൻ സാറ് ഇങ്ങോട്ട് വരുന്നു എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? കല്ലുമോളെ ഇവിടുന്ന് കൊണ്ടുപോകുന്നത് കാണാൻ എനിക്കത് കണ്ടു നിൽക്കാൻ പറ്റില്ല ചേച്ചി. അങ്ങനെ മഞ്ജു പൊട്ടിക്കരയുമ്പോൾ കയ്യിൽ പിടിച്ച് കണ്ണു നിറഞ്ഞ മീനാക്ഷി ചോദിക്കുന്നു, ഞാൻ സഹിക്കുന്നില്ലേടി? മഞ്ജു പറയുന്നു, എനിക്ക് എത്രയും എന്താ പറയുക, മനസ്സിന് ശക്തി ഇല്ലാത്തത് കൊണ്ടായിരിക്കും ചേച്ചി, എനിക്കത് കാണാൻ വയ്യ. അങ്ങനെ കണ്ണീര് തുടിച്ച് മോൾ എന്തേ ഉറങ്ങുവാണോ എന്ന് ചോദിച്ച് കല്ലുമോളുടെ അരികിലേക്ക് പോവുകയാണ് മഞ്ജു. മീനാക്ഷി പിന്നാലെ പോകുന്നു. തൊട്ടിലിൽ കിടക്കുന്ന ആ കുഞ്ഞിനെ എടുത്ത് ഉമ്മ കൊടുത്തുകൊണ്ട് മഞ്ജു പറയുന്നു, എന്റെ ചക്കരെ, നിന്നോട് ഞാൻ എങ്ങനെയാടി പോവാണെന്ന് പറയുന്നത്? എന്റെ പൊന്നു മോളെ, ഈ ആന്റിക്ക് ഇനിയും ഒന്നുകൂടി കാണാൻ പറ്റുമോ? ഈ സമയം അവിടേക്ക് വന്ന മീനാക്ഷി മഞ്ജുവിനെ ശ്രദ്ധിക്കുകയാണ്. മഞ്ജു പറയുന്നു, എന്റെ മോൾ ഒരിക്കലും ഓർക്കുകയില്ല, പക്ഷേ മഞ്ജു ആന്റി ഒരിക്കലും കല്ലുമോളെ മറക്കുകയില്ല കേട്ടോ. മിടുക്കിയായിട്ട് വളരണം, ആന്റി എന്നും മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെ കുഞ്ഞിന് ഉമ്മകൾ കൊടുത്ത് തൊട്ടിലേക്ക് കിടത്തി പൊട്ടിക്കരഞ്ഞുകൊണ്ട് മഞ്ജു അവിടെ നിന്ന് പോകുകയാണ്. മീനാക്ഷി വിഷമത്തോടുകൂടി മഞ്ജുവിനെ നോക്കുമ്പോൾ കയ്യിൽ പിടിച്ച് മഞ്ജു പറയുന്നു, പോവാ ചേച്ചി. മീനാക്ഷി വളരെ വിഷമത്തോടുകൂടി കുഞ്ഞിന്റെ അരികിലേക്ക് വന്നിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് സുഗുണന്റെ കൈ തടവി കൊടുക്കുകയാണ് ഗോവിന്ദൻ.
ഗോവിന്ദൻ കള്ളു കുടിച്ചിട്ട് വീണതല്ലേ എന്ന് ഗോവിന്ദൻ ചോദിക്കുമ്പോൾ സുഗുണം പറയുകയാണ് ഏയ് അല്ല. ഗോവിന്ദൻ പറയുന്നു കള്ളം പറയല്ലേ. സുഗുണം പറയുകയാണ് ഒരു ശകലം വീഴാൻ മാത്രമൊന്നും ഇല്ലായിരുന്നു ആശാനെ, ഒരു മരത്തിന്റെ പേരിൽ കാല് തട്ടിയതാ. ഗോവിന്ദൻ സുഗുണന്റെ കൈ നേരെയാക്കി കൊടുക്കുകയാണ്. സുഗുണന്റെ കരച്ചിൽ കേട്ട് അവിടെ കൂടി വന്ന സീത ചോദിക്കുന്നു എന്താ വിളി കേട്ടത്? എന്റെ സുഗുണ, ഈ ആശാന്റെ അടുത്ത് വരുന്നതിനും ഭേദം ആശുപത്രിയിൽ പോകുന്നതല്ലായിരുന്നു. അവരാകുമ്പോൾ പ്ലാസ്റ്റർ ഇടും, ഇത്രയും വേദനയും തിന്നണ്ട. സുഗുണം പറയുന്നു ഇതാകുമ്പോൾ കാശ് മുടക്കില്ലല്ലോ ചേച്ചി, ഫീസും ഇല്ല, എണ്ണയും കുഴമ്പും ആശാൻ സ്വന്തം ചെലവിൽ ഉണ്ടാക്കി വെക്കുകയും ചെയ്യും. ഗോവിന്ദൻ പറയുന്നു നല്ല മനസ്സോടെ തന്നാൽ ദക്ഷിണ മാത്രം മേടിക്കാം, അതാണ് ഞങ്ങളുടെ മുറ, അല്ലാതെ പ്രതിഫലം ചോദിച്ചു വാങ്ങാൻ പാടില്ലെന്ന്. ഈ സമയം സീതമ്മയെന്ന് വിളിച്ച് അവിടേക്ക് വന്ന ഫിലോമിന ചോദിക്കുന്നു നിനക്ക് എന്തോ പറ്റിയതാടാ സുഗുണ? ഞാൻ കഴിഞ്ഞ ദിവസമേ നമ്മുടെ തുളസീധരൻ നായരുടെ വീട്ടിൽ പോയി കേട്ടോ. വാടക ഗർഭപാത്രം എന്നൊക്കെ പറയുന്നത് ഉള്ളത് തന്നെയാ. പ്രസന്ന വിശദമായിട്ട് പറഞ്ഞു തന്നപ്പോഴാ എനിക്ക് അതിന്റെ ഉള്ളുകളിയൊക്കെ മനസ്സിലായത്. ഗോവിന്ദൻ പറയുന്നു അതുകൊണ്ടല്ലേ ഫിലോമിനെ കുഞ്ഞിനെ കൊണ്ടുപോകാൻ ആള് വരുന്നത്, വലിയ താമസമില്ലാതെ വരുമെന്നാ തുളസീധരൻ നായർ എന്നോട് പറഞ്ഞത്. സീത പറയുന്നു മീനാക്ഷിയുടെ വർത്താനമൊക്കെ കേട്ടാൽ തന്നെ നമുക്ക് അതിനോടൊരു അടുപ്പം തോന്നും. ഒരു കള്ളവും കളങ്കവും ഇല്ലാത്ത സംസാരമാ, അതിനെപ്പറ്റി പിന്നൊരു വാക്ക് പറയാൻ നമുക്ക് തോന്നുകയില്ല. സുഗുണം പറയുന്നു എനിക്ക് ഒറ്റ കാഴ്ചയിൽ തന്നെ മീനാക്ഷിയെ മനസ്സിലായതാ. സൗന്ദര്യവും സ്വഭാവ ഗുണവും തറവാടുത്തവും ഒക്കെ മുഖത്ത് എഴുതി വെച്ചിരിക്കുകയല്ലേ. സീത പറയുന്നു നീ സുജാതയെ പറ്റിയും പണ്ട് ഇങ്ങനെയൊക്കെ തന്നെ പറഞ്ഞിരുന്നത്. സുഗുണം പറയുന്നു ഇപ്പോഴും ഞാൻ അവളെ പറ്റി ഒരു ദോഷവും പറയില്ല സീതാമ്മ. ഫിലോമിന പറയുന്നു അതൊരു പാവം പെണ്ണായിരുന്നു, ഇവന്റെ ഒടുക്കത്തെ കള്ളുകുടി കാരണമാ അവൾ ഇട്ടേച്ചു പോയത്. സുഗുണൻ പറയുന്നു സുജാത ഉപേക്ഷിച്ചു പോയതിന്റെ സങ്കടം കൊണ്ടാ ഞാനിപ്പോ കുടിക്കുന്നത്. സീത പറയുന്നു കുഞ്ഞിനെ കൊടുക്കുന്നത് മീനാക്ഷിക്ക് വലിയ സങ്കടമായിരിക്കുമല്ലേ. ഫിലോമിന പറയുകയാണ് സങ്കടം കാണാതിരിക്കുമോ, നൊന്തുപറ്റ വയറല്ലേ. ഇപ്പൊ എനിക്ക് മീനാക്ഷി കൊച്ചിനോട് സ്നേഹം മാത്രമല്ല ഒരു ബഹുമാനവും തോന്നുന്നുണ്ട്. ഒന്നുമില്ലെങ്കിലും ഒരു കുടുംബം രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ അവൾ ഈ കടുങ്കൈ ചെയ്തത്. സ്വന്തം ജീവിതം പാഴാകുമല്ലോ എന്ന് പോലും ആ കൊച്ചു വിചാരിച്ചില്ല. സുഗുണൻ പറയുന്നു പാഴായി പോയെന്ന് ആരാ പറഞ്ഞത്? മീനാക്ഷിക്ക് വേണമെങ്കിൽ ഇനിയൊരു ജീവിതം കിട്ടും. ഫിലോമിന പറയുന്നു അയ്യടാ അത് നീ കൊടുക്കണ്ട, മീനാക്ഷി സമ്മതിച്ചാലും ഞങ്ങൾ നാട്ടുകാർ സമ്മതിക്കില്ല. സുജാതയുടെ അനുഭവം ഞങ്ങൾക്കറിയാവുന്നതല്ലേ. സുഗുണൻ പറയുന്നു എന്നാ പിന്നെ ഞാനങ്ങോട്ട് പോട്ടെ. ഗോവിന്ദൻ പറയുന്നു ചെല്ല് ആ കൈ സൂക്ഷിച്ചോണം. തുടർന്ന് ചായക്കടയിലേക്ക് വരുന്ന ഗോവിന്ദൻ സുഗുണനോട് പറയുന്നു എണ്ണയിട്ട് തിരുമിയ കയ്യാ സുഗുണ, സൂക്ഷിച്ചോണം. പ്രാഞ്ചി ചോദിക്കുന്നു കൈക്ക് എന്തു പറ്റി സുഗുണ, ഇന്നലെ എവിടുന്നേലും തല്ല് കിട്ടിയോ? സുഗുണം പറയുന്നു 2 ചായ എടുക്കു ചേട്ടാ, ഒന്ന് ആശാനും ഒന്ന് മധുരം കുറച്ച് മറ്റൊന്ന് സ്ട്രോങ്. അവിടെ ഇരിക്കുന്ന തുളസിയെ കണ്ട് ഗോവിന്ദൻ ചോദിക്കുന്നു അല്ല തുളസീധരൻ നായർ എങ്ങോട്ടെങ്കിലും യാത്രയാണോ? പ്രാഞ്ചി പറയുന്നു ആശാൻ അറിഞ്ഞില്ലേ ചേട്ടന്റെ മോളുടെ കുഞ്ഞിനെ കൊണ്ടുപോകാൻ ഇന്ന് ആള് വരുമെന്ന്. ഇങ്ങോട്ടാ വരുന്നത്, എന്റെ ചായക്കടയാ തുളസി ചേട്ടൻ അടയാളം പറഞ്ഞിരിക്കുന്നത്. സുഗുണൻ ചോദിക്കുന്നു വലിയ കാശുകാരനായിരിക്കും അല്ലേ ചേട്ടാ? ഗോവിന്ദൻ ചോദിക്കാണ് അല്ലാത്തവർക്ക് ഇത് വല്ലതും പറ്റുമോ സുഗുണ? പണം മാത്രം ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല, നിയമവും ചട്ടവും ഒക്കെ അറിഞ്ഞിരിക്കണം. ഒപ്പിട്ട് കൊടുക്കേണ്ട ഒരുപാട് രേഖകൾ ആശുപത്രിയിൽ തന്നെ കാണും. അതുകൂടാതെ കക്ഷികൾ തമ്മിൽ ഒരു ഉടമ്പടി ഉണ്ടാക്കി രജിസ്റ്റർ ചെയ്യണം അല്ലേ തുളസീധരൻ നായരെ? തുളസി പറയുന്നു ആ അതെ അതെ. സുഗുണം പറയുകയാണ് ചേട്ടനും മോൾക്കും കാര്യമായിട്ട് എന്തെങ്കിലും കിട്ടിക്കാണും അല്ലേ ചേട്ടാ? പ്രാഞ്ചി ചോദിക്കുന്നു നിനക്ക് എന്തൊക്കെ അറിയണം സുഗുണ? ഗോവിന്ദൻ പറയുകയാണ് പറയുന്നത് വാടകയ്ക്ക് കൊടുക്കുന്നു എന്നാണെങ്കിലും ഒരു വീടോ കെട്ടിടമോ വാടകയ്ക്ക് കൊടുക്കുന്നത് പോലെ അതിനെ കാണാൻ പറ്റുമോ? സ്വന്തം ശരീരത്തിന്റെ ഒരു ഭാഗമാ കുറച്ചു കാലത്തേക്ക് മറ്റൊരാൾക്ക് വേണ്ടി വിട്ടുകൊടുക്കുന്നത്. അതിന് ലക്ഷമോ കോടിയോ ചോദിച്ചാലും അത് കൂടുതലാണെന്ന് പറയാൻ പറ്റും. എടാ നിന്റെ ഒരു കണ്ണ് ആർക്കെങ്കിലും കൊടുക്കണമെന്ന് പറഞ്ഞാൽ നീ സമ്മതിക്കുമോ? പ്രാചി പറയുന്നു കൊടുത്താൽ തന്നെ അത് ആർക്ക് വേണം? ഇവന്റെ നോട്ടം എപ്പോഴും വേണ്ടാത്തടത്തേക്കല്ലേ ചെല്ലൂ. മോക്കിപ്പോൾ കൊച്ചിനെ പിരിയാൻ ഒരു സങ്കടം കാണും അല്ലേ തുളസി ചേട്ടാ? എന്നൊക്കെ പറഞ്ഞാലും നൊന്തുപെറ്റ കുഞ്ഞല്ലേ. ഇത് കേട്ട് തുളസി മൂളുമ്പോൾ ഗോവിന്ദൻ പറയുന്നു പുക്കിൽ കൂടി ബന്ധം എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ ബന്ധമാണോ പ്രാഞ്ചി? അമ്മയുടെയും കുഞ്ഞിന്റെയും ജീവനെ തമ്മിൽ കൂട്ടിയിണക്കുന്നത് പുക്കിൽ കൊടിയല്ലേ, ബാക്കിയുള്ള അവയവങ്ങളെല്ലാം പിന്നെയാണ് ഉണ്ടാകുന്നതും വളരുന്നതും. പ്രാഞ്ചി പറയുന്നു അതിപ്പം നമുക്കാണേലും അപ്പരോടുള്ളതിനേക്കാളും സ്നേഹം അമ്മയോടല്ലേ അല്ലേ തുളസി ചേട്ടാ? ഇതെല്ലാം കേട്ട് ടെൻഷനോട് കൂടി ഇരിക്കുകയാണ് തുളസി. പിന്നീട് കാണിക്കുന്നത് കുഞ്ഞിന്റെ അരികിലിരിക്കുന്ന മീനാക്ഷി ചോദിക്കുന്നു പൊന്നുമോള് അമ്മയെ തനിച്ചാക്കിയിട്ട് പോകും അല്ലേ? ഞാൻ എത്ര മുറുകെ പിടിച്ചാലും അവരമ്മയുടെ കയ്യിൽ നിന്ന് മോളെ വാങ്ങിച്ചോണ്ട് പോകും. ഈ പാവ അമ്മയ്ക്ക് അത് തടയാൻ പറ്റുമോ? എന്റെ ചക്രമുത്തില്ലാതെ അമ്മ എങ്ങനെ ജീവിക്കും? അമ്മ ശ്വാസം മുട്ടി മരിച്ചു പോകില്ലേ? എന്തൊക്കെ വിഷമങ്ങളായിരിക്കും അമ്മയ്ക്ക്. എന്റെ മോളെ അവര് നല്ലപോലെ നോക്കുമോ? കരയിക്കുമോ? പൊന്നിന് വിശക്കുമ്പോൾ അവരെന്ത് ചെയ്യും? ഇങ്ക് തരുമോ? കഴിച്ചില്ലേല് അവരെന്റെ മുത്തിനെ വഴക്ക് പറയുമോ? എന്നും കുളിപ്പിക്കുമോ? പാട്ടുപാടി ഉറക്കുമോ? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, എന്റെ ചക്രയുടെ കൂടെ അമ്മയും കൂടെ പോരാം, എന്താ? ആയാണെന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞേക്കാം, അതുപോലെ. പക്ഷേ അതും അവര് സമ്മതിക്കില്ലല്ലോ. പിന്നെ ഈ പാവം എന്ത് ചെയ്യും? അങ്ങനെ മീനാക്ഷി കണ്ണു നിറങ്ങിയ വിഷമത്തോടുകൂടി ഇരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് സുഗുണം പറയുന്നു അമേരിക്കയിലൊക്കെ ഇപ്പോൾ ഇതിലും വലിയ കണ്ടുപിടുത്തങ്ങളാ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഭാര്യയും ഭർത്താവും കൂടെ ഹോസ്പിറ്റലിൽ ചെന്ന് വേണ്ടതൊക്കെ ഡോക്ടറെ ഏൽപ്പിച്ചാ മതി. പിന്നെ ടെസ്റ്റ് ട്യൂബിനകത്താ അവര് കുഞ്ഞുങ്ങളെ വളർത്തുന്നത്. പ്രാഞ്ചി പറയുന്നു 10 മാസം കഴിഞ്ഞ് ചെന്ന് ചോദിക്കുമ്പോൾ അവര് ടെസ്റ്റ് ട്യൂബിനകത്തുനിന്ന് കുഞ്ഞിനെ കൊടങ്ങിട്ട് കൊടുക്കും. നീ ഒന്ന് മിണ്ടാതിരിക്കും സുഗുണ. സുഗുണം പറയുന്നു കഴിഞ്ഞ ദിവസം ഷാപ്പിൽ വെച്ച് ശിവൻകുട്ടി പറഞ്ഞതാ, അവൻ പ്രീ ഡിഗ്രി വരെ പഠിച്ചതല്ലേ. ഗോവിന്ദൻ പറയുന്നു ഇങ്ങനെയുള്ള കഥകള് പുരാണത്തിലുണ്ട്, കൗരവന്മാരുണ്ടായത് എങ്ങനെയാ? സുഗുണം പറയുന്നു ദേ ഒരു വണ്ടി വരുന്നു. തുളസി അവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോൾ
പ്രാഞ്ചി ചോദിക്കുന്നു, ചേട്ടൻ പറഞ്ഞ ആളാണോ? അതെ അതെ എന്ന് പറഞ്ഞ സന്തോഷത്തോടു കൂടി ചന്ദ്രമോഹന്റെ അരികിലേക്ക് ചെല്ലുകയാണ് തുളസി. കാറിൽ നിന്ന് പറഞ്ഞ ചന്ദ്രമോഹൻ പറയുന്നു, എനിക്ക് തെറ്റിയില്ല, ചേട്ടൻ ചായക്കടയല്ലേ അടയാളം പറഞ്ഞത്? തുളസി പറയുന്നു, നമുക്ക് പോകാം. പ്രാഞ്ചി പറയുന്നു, സാറേ ഒരു ചായ കുടിച്ചിട്ട് പോകാം. അപ്പോൾ ചന്ദ്രമോഹൻ പറയുകയാണ്, വേണ്ട, പിന്നൊരിക്കലാവട്ടെ. പ്രാഞ്ചി പറയുന്നു, ആയിക്കോട്ടെ. തുളസിയും ചന്ദ്രമോഹനും കാറിൽ കയറി വീട്ടിലേക്ക് പോവുകയാണ്. തുളസി ചോദിക്കുന്നു, ചന്ദ്രമോഹൻ സാറ് തനിച്ചാണോ വന്നേ? അതെന്ന് ചന്ദ്രമോഹൻ പറയുമ്പോൾ തുളസി പറയുകയാണ്, ഒരു കണക്കിന് ആൾക്കാരെയും കൂട്ടി വരാതിരിക്കുന്നതാണ് നല്ലത്. ഇതൊരു നാട്ടുംപുറമാ. ആൾക്കാരെല്ലാം എന്തോ കാഴ്ച കാണുന്നത് പോലെ കണ്ണും മിടിച്ച് നോക്കി നിൽക്കും. വണ്ടി ഓടിച്ചതാരാ, മുന്നിലിരുന്നതാരാ, ബാക്കിലിരുന്നതാരാ, പിന്നീട് ചികഞ്ഞു ചോദിക്കും. ഞാൻ അതിനെല്ലാം മറുപടി പറയാൻ പോണം. അല്ല, ഞാൻ ചോദിക്കാൻ വിട്ടുപോയി, മേനോൻ സാറിന് സുഖമായോ? ചന്ദ്രമോഹൻ പറയുന്നു, ഇനി പേടിക്കാനൊന്നും ഇല്ലെന്ന് ഡോക്ടർമാര് പറഞ്ഞു. ജീവിതത്തിലേക്ക് തിരിച്ചു വന്നതുകൊണ്ട് ഒരു സമാധാനമുണ്ട്. തുളസി ചോദിക്കുന്നു, മേനോൻ സാറ് നാട്ടിലെത്തി കാണുമല്ലേ? ചന്ദ്രമോഹൻ പറയുകയാണ്, ഇല്ല. തുളസി പറയുന്നു, അങ്ങേര് നേരിട്ട് വരണമെന്നില്ലല്ലോ. ഇതിനു മുമ്പ് നമ്മൾ തമ്മിലല്ലായിരുന്നു ഏർപ്പാട്? സാറ് തന്നെ കുഞ്ഞിനെ കൊണ്ടുപോയാ മതി. ചന്ദ്രമോഹൻ പറയുന്നു, ചില പ്രശ്നങ്ങളുണ്ട് തുളസി ചേട്ടാ, പക്ഷേ അത് പരിഹരിക്കാനുള്ള വഴിയും ഞാൻ കണ്ടിട്ടുണ്ട്. തുളസി പറയുന്നു, ഇനി അവധി പറയാനാണെങ്കിൽ നടക്കുകയില്ല സാറേ. അല്ല, അതിനുവേണ്ടിയാണെങ്കിൽ സാർ ഇത്രയും കഷ്ടപ്പെട്ട് നേരിട്ട് വരികയില്ലെന്ന് എനിക്കറിയാം. കാറ് നിർത്തി ചന്ദ്രമോഹൻ ചോദിക്കുന്നു, നേരെ തന്നെയല്ലേ പോകേണ്ടത്? തുളസി പറയുന്നു, അതെ, എനിക്ക് നേർവഴിയുടെ ഏർപ്പാടേ ഉള്ളു സാറേ. അതാണ് സാറേ നമ്മുടെ പുതിയ വാടക വീട്. തുടർന്ന് അകത്തേക്ക് കയറി വന്ന ചന്ദ്രമോഹൻ ചോദിക്കുന്നു, മൂവാറ്റുപുഴയിലെ വീടായിരുന്നില്ലേ കുറച്ചുകൂടി നല്ലത്? തുളസി പറയുന്നു, ഇവിടെ അതുപോലത്തെ നല്ല വാടക വീടൊക്കെ കിട്ടും, പക്ഷേ 7000 രൂപയെങ്കിലും വാടക കൊടുക്കണം. ഈ വീടിന് അതിന്റെ പകുതി കൊടുത്താൽ മതി. ചന്ദ്രമോഹൻ പറയുന്നു, അല്ല, മൂവാറ്റുപുഴയിലെ വീടിന് ഞാനല്ലേ വാടക കൊടുത്തോണ്ടിരുന്നത്. അപ്പൊ പിന്നെ 7000 ആയാലും 10000 ആയാലും തുളസി ചേട്ടന് പ്രശ്നമില്ലായിരുന്നല്ലോ. സ്വന്തം കയ്യിൽ നിന്ന് കൊടുക്കുമ്പോൾ ചെറിയ വീടാണെങ്കിലും മതി അല്ലേ? തുളസി പറയുന്നു, വീട് എത്ര ചെറുതൊന്നും അല്ല, ആവശ്യത്തിന് സൗകര്യങ്ങളൊക്കെ ഉണ്ട്, അത് മതിയെന്ന് ചന്ദ്രമോഹൻ പറയുമ്പോൾ തുളസി പറയുന്നു, ചന്ദ്രമോഹൻ സാർ ഇരിക്കും. അങ്ങനെ തുളസി ഉറക്കെ പ്രസന്നയെന്ന് വിളിക്കുകയാണ്. ജനലിന്റെ അരികിലേക്ക് വന്ന മീനാക്ഷി ചന്ദ്രമോഹനെ കണ്ട് ടെൻഷനോടുകൂടി നിൽക്കുന്നു. അവിടേക്ക് വന്ന പ്രസന്ന ദേഷ്യത്തോടു കൂടി നിൽക്കുമ്പോൾ ചന്ദ്രമോഹൻ ചോദിക്കുന്നു, ചേച്ചി സുഖമല്ലേ? തുളസി ചിരിച്ചുകൊണ്ട് പ്രസന്നയെ നോക്കുകയാണ്. പ്രസന്ന ദേഷ്യത്തോടു കൂടി മുഖം തിരിക്കുന്നു. ചന്ദ്രമോഹൻ കുഞ്ഞിനെ കൊണ്ടുപോകുമോ എന്ന് ഭയന്ന് നിൽക്കുകയാണ് മീനാക്ഷി. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.